അനൂപ ലക്ഷ്മണേട്ടാ, രാവിലെ വിളിച്ചപ്പോഴേ കുറച്ച് തിരക്കിലായി പോയി. പിന്നീട് വിളിക്കാൻ വിട്ടുപോയി. എന്താ വിളിച്ചിരുന്നത്? അതോ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ കൂടെ വരുമെന്ന് ചോദിക്കാനായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയി അനൂപ. ആ, പൊന്നിക്കിപ്പോൾ എങ്ങനെയുണ്ട്? കണ്ണു തുറന്നില്ല, ഒന്നും പറയാറായിട്ടില്ലെന്നാ ഡോക്ടർ പറഞ്ഞു. പേടിക്കണ്ട, എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയില്ലേ. പിന്നെ ലക്ഷ്മണേട്ട കാശ് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കണം. ആരാ ലക്ഷ്മണൻ? ആ അത് വിളിക്കുന്നു. അനൂപ ഞാൻ വിളിക്കാം. ആ, വേദനയുണ്ടോ? നല്ല കാറ്റ്, മഴ വരുന്നുണ്ട് തോന്നുന്നു. ആ, ഉമ്മ ഇങ്ങനെ കിടക്കണ. നീ ഇങ്ങനെ ഓരോ കിന്നാരം പറഞ്ഞു ഉമ്മ ഇങ്ങനെ കിടത്തിരിക്കല്ലേ. ചിരിക്കണ, ഇതെന്താ ക്ലോസപ്പിന്റെ പരസ്യം? ഏയ്, നമുക്ക് എഴുന്നേക്കണ്ടേ? അങ്ങനെ ഒരു ചാടിയാലോ? കമോൺ. ഈ പാട്ട് പാടിയാലേ പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാം അല്ലേ? ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ ഞാനിനി അങ്ങോട്ടില്ല. അവനകത്തുണ്ട്. നിങ്ങൾ പോയെന്ന് സംസാരിച്ചാൽ മതി. അതെന്താണെന്ന് ജമാഅത്ത് പ്രശ്നത്തിൽ അന്യമത്സരം ഇടപെടാതിരിക്കുന്നതല്ലേ നല്ലത്. അതല്ല എന്റെ ശരി. നീ കെട്ടിക്കൂടി ഇവനെ, എനിക്ക് സമ്മതം. ഓ, ലോഡിങ് ആൻഡ് അൺലോഡിങ് ചെയ്യുന്നോണ്ടാവും. അതൊന്നുമല്ല, നല്ലവനാന്ന് തോന്നിയിട്ടാ. അതെനിക്കും കൂടെ തോന്നണ്ടേ? പിന്നെ തോന്നാനിട്ടാണ് എന്നും രാത്രി വന്ന് ഞാൻ ഇവനെ കെട്ടിക്കോട്ടെ ഉമ്മമാന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത്. എന്താണ്? മാറി നിന്ന് കാണാതെ കള്ളി. അതെ, എന്താ ആവശ്യങ്ങളുണ്ടാ? ആ മൊബൈലിൽ മണി ഹീസ്റ്റിന്റെ സെക്കൻഡ് സീസൺ കൂടെ വെച്ചീന ഹാപ്പി. അപ്പൊ ഫസ്റ്റ് സീസൺ അത് ഞാൻ എപ്പോഴും കണ്ടു കഴിഞ്ഞു. കണ്ടു കഴിഞ്ഞ? ഞാൻ ഇതുവരെ കാണാൻ തുടങ്ങിയിട്ടില്ല. ആരാ നീ ആരാടാ പുല്ലേ? ഇതേമാതിരി സംസാരിക്കണം, മനസ്സിലായ? റഷീദേ, റാഫി, നിങ്ങൾ മുണ്ടാണ്ടി. തൻസി എന്ന് പറഞ്ഞ കുട്ടിയുടെ വീടല്ലേ ഇത്? അതെ. അവളുടെ മരിച്ചുപോയ വാപ്പാടെ ജമാഅത്തിന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരികയാണ് ഞങ്ങള്. നിനക്കെന്താ ഈ നേരത്ത് ഞങ്ങളുടെ കുട്ടിയുടെ വീട്ടിലെ കാര്യം? ഈ പറഞ്ഞ കുട്ടി എന്റെ ജൂനിയർ ആയിട്ട് കോളേജിൽ പഠിച്ചതാണ്. എന്റെ ഫ്രണ്ടാണ്. ഫ്രണ്ട് ഉണ്ടാ? ഞങ്ങളുടെ സമാജത്തിലെ പെണ്ണിനെ കിട്ടിയല്ലോ നിനക്ക് ഫ്രണ്ടാക്കാനും കച്ചവടം ഞാൻ അനൂപേട്ടൻ ഞാൻ വിളിച്ചിട്ട് വന്നതാ. എന്താ പ്രശ്നം? മോളെ, വാപ്പ ഉമ്മയില്ലാത്ത കുടുംബങ്ങളുടെ കാര്യത്തിൽ ഞങ്ങക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. എന്റെ വാപ്പയമ്മ മരിച്ചതേ കഴിഞ്ഞ ആഴ്ചയല്ല. എനിക്ക് 6 വയസ്സുള്ളപ്പോ മല ഇടിഞ്ഞിട്ടാ. പിന്നങ്ങോട്ട് എന്റെ ഈ ഉമ്മ കടന്ന് കഷ്ടപ്പെടുമ്പോഴും നിങ്ങളൊക്കെ നടത്തി തന്ന കല്യാണത്തിൽ പെട്ട് ഡിവോഴ്സ് കിട്ടാതെ നരകിക്കുമ്പോഴും ഈ പറഞ്ഞ കരപ്രമാണിമാരെയൊന്നും കണ്ടില്ലല്ലോ. ഇനി അങ്ങോട്ട് ആരുടെ ആവശ്യമില്ല എനിക്ക്. മോളെ, നീ അങ്ങനെ പറയരുത്. ആ, അങ്ങനെയാണ് ഈ പ്രായമുള്ളവര് പറയട്ടെ. പറവുമ്മ. എന്റെ കുട്ടി അവക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. ഇറങ്ങിക്കോണം സകലതും എന്റെ വീട്ടിൽ നിന്ന്. കിട്ടിയില്ലേ ആവശ്യത്തിന്? കണക്ട് ആവുന്നില്ലല്ലോ. സീനെ, ആ വൈഫൈ ഓൺ ആണോ നോക്ക്. നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരുന്ന ആ ലക്ഷ്മണന്റെ പ്രശ്നം തീരൂ? അങ്ങനെയല്ല സീനെ. സാധാരണ ആളുകൾ പറയും അമ്മമാർ ഭയങ്കര സോഫ്റ്റാ, അച്ഛന്മാരുടെ മനസ്സ് കരിങ്കല്ലാണ്. ലക്ഷ്മണന്റെ അവസ്ഥ നീ ഒന്ന് കാണുമായിരുന്നു. പേടിയും വിഷമവും ആദിയും. നീ നമ്മുടെ മോളെ ഒന്ന് വിളിച്ചേ. എന്തിന്? അവിടെ ഇപ്പൊ നട്ടുച്ചയാ, അവക്ക് ക്ലാസ്സും കാണും. നിങ്ങൾ വന്ന് കിടക്കാൻ നോക്കി. ഞാൻ വിളിക്കാം. നിങ്ങൾക്ക് വട്ടം. ആ മോളെ. എന്താ എന്താ ഈ നേരത്ത്? ഒന്നുമില്ല മോളെ, സൂക്ഷിച്ചൊക്കെ. ഒന്നുമില്ല. അച്ഛാ, ക്ലാസ് തുടങ്ങാൻ ടൈമായി. ശരി അച്ഛാ. ശരി മോളെ. നിന്റെ അച്ഛനെ വട്ട. ഞാൻ ഉറങ്ങാൻ പോവാ. വരുന്നുണ്ടോ? ഞാൻ വിളിക്കാം മോളെ. ശരി അച്ഛാ. നീ പോയി കിടന്നോ, എനിക്ക് ഉറക്കം വരുന്നില്ല. തൃശൂർ പൊന്നാങ്കുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഇരുളൂർ വനമേഖലയിൽ
മാവോയിസ്റ്റ് പ്രവർത്തകരുണ്ടെന്ന സംശയത്തിൽ പോലീസ് നടത്തിയ വെടിവെപ്പിൽ ഒരു സാധാരണക്കാരൻ കൊല്ലപ്പെട്ട കേസ് 2 ആഴ്ച പിന്നിടുമ്പോഴും കേരള പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത പ്രസ്തുത വിഷയത്തിൽ പോലീസിന്റെ സത്യവാങ്മൂലം സാധൂകരിക്കുവാൻ തെളിവുകളോ പ്രതികളെയോ കണ്ടെത്തുവാൻ കേരള പോലീസിന് സാധിച്ചിട്ടില്ല എന്നാണ് അറിയുവാൻ കഴിയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ കേരള പോലീസിന് വലിയ അപമാനമാണ്. നാശം പിടിക്കാൻ ഉള്ള സമാധാനം പോയി. ഇവിടെ എവിടെയാ? അതെ സാറേ, ആ കാണുന്ന ഈ പ്രദേശത്ത് അധികം വീടുകളൊന്നും ഇല്ല സാറേ. ഓ, ഇത് വെച്ചൂർ പശുവല്ലേ? വെച്ചൂരല്ല, വെച്ചൂർ ഇത്ര ഉയരം കാണില്ല. ആണോ? ഇത് വേറെ ഏതോ ബ്രീഡാ. ഓ, ലക്ഷ്മണ, ലക്ഷ്മണ. ആ സാറേ. ആ ആ, എന്തൊക്കെയാ ലക്ഷ്മണ? ഇവനേതാ? മാരി സഹായത്തിനുള്ളൊരു പയ്യനാ. ആ, വാ. ഇതെന്താ ഈ ചാക്ക് വെച്ച് മറിച്ചിരിക്കുന്നത്? വാഴക്കൊലയാവും അല്ലേ? ആ, ആഹാ, കൊള്ളാലോ. എൻ്റെ മോള് കുടിക്കൂടോ? ഇല്ല സാർ, ഞാൻ വല്ലപ്പോഴും. അപ്പൊ കൂട്ടുകാരൊക്കെ ആയിട്ട് നല്ല കീറല്ലേ? ആ, അങ്ങനെയല്ല സാർ, ഒറ്റക്ക പുറത്തു പോയി കുടിക്കുന്ന മോക്ക് ഇഷ്ടമല്ല. അപ്പം വേണമെങ്കിൽ വീട്ടിലിരുന്ന് വല്ലപ്പോഴും കഴിച്ചു. ഇവിടെ എത്ര മുറിയുണ്ട്? ഒന്ന്. ഒന്നോ? വാശോ, ഒന്നിക്ക് മാത്രമേ മുറിയുള്ളൂ. ഞാൻ അപ്പുറത്താ കിടക്കുന്നത്. ഈ സംഭവ സമയത്ത് താൻ എവിടുന്നാ വന്നെന്ന് പറഞ്ഞു? പുറത്ത്. ആ തൊഴുത്തിൻ്റെ അവിടുന്നോ? ആ. മെയിൻ ഡോർ അല്ലാതെ ഇതിലേ കൂടി ഒരാൾക്ക് വേണമെങ്കിൽ പുറത്തേക്ക് പോകല്ലേ? ആ. ആ, അപ്പൊ പുറത്തുനിന്ന് ഒരാൾക്ക് നേരെ ഇതുവഴി അകത്ത് വരാനും പറ്റും. അശോക, ആ, ഈ ലക്ഷ്മണന്റെ ID കാർഡിന്റെ കോപ്പി ഒന്ന് മേടിച്ചു വെച്ചേ. ശരി. ആ, ഒറിജിനൽ വേണ്ട, കോപ്പി മതി. ആ, ഇതല്ല, ഇതാ പാൽ സൊസൈറ്റിയുടെ കാർഡല്ലേ? നിങ്ങൾക്ക് വേറെ ഇലക്ഷൻ ID കാർഡ് ഇല്ലേ? എനിക്കതില്ല സാർ. അതെന്താ ഇല്ലാത്ത? നിങ്ങൾ വോട്ട് ചെയ്യാറില്ലേ? ബെസ്റ്റ്. അപ്പൊ ആധാറോ? എടുക്കണമെന്ന് മെമ്പർ പറഞ്ഞായിരുന്നു. മോൾക്കുണ്ട്. ആ, എന്നാ അതിന്റെ കോപ്പി മേടിക്കും. അതെന്താ അവിടെ? ഇതാരുടെ അരിപ്പ? തൻ്റെ അല്ല, ഇതാരുടെ? മാരിയുടെ. ആരെയും മാരി? പുറത്ത് അവിടെ ഉള്ള പയ്യൻ എന്നെ സഹായിക്കാനൊക്കെ ഉള്ളതാ. തമിഴ്നാട്ടുകാരനാ. അവൻ്റെ ചെരുപ്പെന്താ പൊന്നിയുടെ മുറിയിൽ?